അവര് യു ചേട്ടൻ കെയിൽ അയർലൻഡിൽ നിന്നും ഒക്കെ ഒത്തിരി നഴ്സസ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ പുതിയ സ്ട്രീം ലൈൻ പാത്വേ വഴി യു കെയിലുള്ളവർക്ക് ഇൻഗ്ലക്സോ അല്ലെങ്കിൽ ഓസ്ക്യോ ഇല്ലാതെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാനും പറ്റുന്നുണ്ട്. സോ അത്രത്തോളം വേക്കൻസീസ് ഓസ്ട്രേലിയയിൽ ഉണ്ടോ? ഓസ്ട്രേലിയയിലെ ഒരു നഴ്സിന് ഒരു ആവറേജ് ഒരു മന്ത്ലി എത്ര ഏൺ ചെയ്യാൻ പറ്റും? വേക്കൻസീസ് ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാല് നമുക്കൊരു സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ചെറിയ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. അത് കിട്ടുന്നുണ്ട്, കുറച്ച് സ്ട്രഗിൾ ചെയ്യണം നമ്മൾ. ഒരു ചെറിയ ഇപ്പൊ പണ്ടത്തെ അത്ര ഒരു ഈസിയാന്ന് ഞാൻ പറയില്ല. ലൈക്ക് ഇപ്പൊ ലാസ്റ്റ് 2 years ഇറ്റ് വാസ് വെരി ഈസി. അവർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റുന്നില്ല. ഒരു സ്പോൺസറെ കണ്ടെത്തുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സെൽഫായിട്ട് പോയിന്റ് ടെസ്റ്റഡ് PR ഇടാം. അങ്ങനെ PR കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസി ആയിട്ട് ജോലി കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട് ജോലിയൊക്കെ. വലിയ കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പിന്നെ സാലറി ആണോ ചോദിച്ചത്? സാലറി ഇപ്പം ഞാൻ ഈ റേറ്റ് 6 8 വർഷത്തെ എക്സ്പീരിയൻസ്, മിനിമം 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ റേറ്റ് 6 കൺസിഡർ ചെയ്യുന്നത്. അതായത് എനിവേർ നമുക്ക് ഇപ്പൊ ഈവൻ ദുബായിലോ അല്ലെങ്കിൽ നാട്ടിലോ എവിടെയെങ്കിലും നമുക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആൻമാക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതിന്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ നാട്ടിലെ എക്സ്പീരിയൻസ് ഇവിടുത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ഈക്വൽ ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ ഈ റേറ്റ് 6 പിന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഏകദേശം നമ്മളൊരു വീക്കെൻഡ്സ് ഒക്കെ കുറച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ഫോർട്ട്നൈറ്റില് ഒരു $3,500 നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. ഓവർ ടൈം ഒന്നും ചെയ്യാണ്ട് ഒരു 1-2 വീക്കെൻഡും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് $3,500 ഈസി ആയിട്ട് കിട്ടും. നമ്മൾ കുറച്ച് ഓവർ ടൈം ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ്, കുറച്ച് ഹാർഡ് വർക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു $5,000 വരെ നമുക്ക് ഇവിടെ ഒപ്പിക്കാൻ പറ്റും. കാരണം ഇവിടെ ഓവർ ടൈം ചെയ്താലാണ് നല്ല ഒരു സാലറി നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഷിഫ്റ്റ് നമ്മൾ ഒരു 10 hours ഷിഫ്റ്റ് ഒരു ഓവർ ടൈം നമ്മൾ ഒരെണ്ണം ചെയ്താൽ തന്നെ നമുക്ക് ഒരു $1,000 അടുത്തൊരു വ്യത്യാസം വരും ഒരു ഫോർട്ട്നൈറ്റില്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു $5,000 അടുത്തൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, അതിൽ കൂടുതലും ഉണ്ടാക്കുന്നവരുണ്ട്. അത് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. വീക്കെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ. ഇപ്പൊ ഇതൊന്നും ചെയ്യാണ്ട് ചെയ്താൽ പോലും ഒരു 3,300-3,400 ഒക്കെ ഒരു ഫോർട്ട്നൈറ്റിൽ നമുക്ക് സാലറി കിട്ടും. സോ നമുക്ക് ഇവിടെ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഒരു അവിടെ ഫോർട്ട്നൈറ്റിലാണ് സാലറി. അപ്പം മന്ത്ലി 10,000 ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ ഒരു നഴ്സിന് $10,000 വിച്ച് മീൻസ് ഒരു 5.5 lakhs ഇന്ത്യൻ റുപ്പിയോളം ഓവർ ടൈം ചെയ്താലോ, അല്ലാതെ കിട്ടില്ല. അല്ലെങ്കിൽ 7,000 ഒരു ആവറേജ് 4 lakhs വരെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ അങ്ങനെ ഞാൻ പറയുന്നത് ഇന്ത്യൻ മണി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ ഇവിടെ നിന്ന് വരുന്നവരാകുമ്പോ അവര് ആദ്യം ഇനിഷ്യലി നോക്കുന്നത് ഇന്ത്യൻ റുപ്പിയിലായിരിക്കുമല്ലോ. അത്രയും വരും. ഏകദേശം ഇതൊക്കെ വരും. 3.5-4 ലക്ഷം രൂപയൊക്കെ വരും. പക്ഷെ ഇപ്പൊ നമുക്ക് അത്രയും പൈസ കിട്ടിയാലും ഫുള്ളൊന്നും നമുക്ക് സേവ് ചെയ്യാനൊന്നും പറ്റില്ല. അത് പറയാലോ. ഇപ്പൊ ദുബായിലാണെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 10,000-20,000 ദിർഹംസ് സാലറി ഉണ്ടായിരുന്ന ആൾക്കാരാ. പക്ഷെ നമുക്ക് അത് നല്ല എക്സ്പെൻസ് ആയിരുന്നു അവിടെ ആണെങ്കിലും. അപ്പൊ അതുപോലത്തെ എക്സ്പെൻസ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ കുറച്ചൊക്കെ. പക്ഷെ അവിടത്തെക്കാട്ടും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങാം. ഇപ്പൊ നമ്മുടെ കുറെ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറെ ട്രാവൽ ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു നല്ല കൺട്രിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. ക്ലൈമറ്റ് വൈസ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ സിസ്റ്ററിലോ UK-യിലായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ UK-യിലുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നതനുസരിച്ച് അവിടെ ഒരു 6 months എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ശോകമാണെന്നാണ് അവർ പറയുന്നത്. ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല, തണുപ്പ് കാരണം എന്നൊക്കെ പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവരൊക്കെ ഹാപ്പിയാണ്. UK, അയർലൻഡ് അങ്ങനെയുള്ള ഇടത്തുനിന്നൊക്കെ വന്നവരെയൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ആർക്കും ക്ലൈമറ്റ് വൈസ് ഒന്നും വലിയ പ്രശ്നം തോന്നുന്നില്ല. അങ്ങനെ ഒരു ഫ്രീസിങ് ആയിട്ടുള്ള ഒരു ഐസ് വീഴുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു 6 വരെയൊക്കെ ടെമ്പറേച്ചർ താഴാറുണ്ട്. എന്നാൽ അതൊരു 2 months അങ്ങനെ പ്രശ്നം വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്. നല്ല ബെറ്റർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്.